മസാലയൊന്നും ചേർക്കാണ്ട് അടിപൊളി ടേസ്റ്റിൽ കോളിഫ്ലവർ വയ്ക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വഴറ്റിയെടുക്കട്ടെ മക്കളെ. വഴറ്റുമ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കോരി മാറ്റിയിട്ട് സബോള, പച്ചമുളക്, വേപ്പില, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് മാറി മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുഴുവൻ വീഡിയോ ചാനലിൽ ഇട്ടുണ്ട് കേട്ടോ മക്കളെ. ഇനി 2 ചെറിയ തക്കാളിയും സബോളയും പുഴുങ്ങി അരച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നാളികേരപ്പാലോ നാളികേര അരച്ചതോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തിളപ്പിച്ച വെള്ളത്തിലിട്ട് കോരി വെച്ച കോളിഫ്ലവറും വഴറ്റി വെച്ച ഉരുളൻകിഴങ്ങും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് പ്രധാനപ്പെട്ട മല്ലിയിലയാണ്. അത് നമ്മൾക്ക് ഇവിടെ തന്നെ ഉണ്ടായ മെക്സിക്കൻ മല്ലി ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ മല്ലി. ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. 3 വലിയ ഇല എടുത്തിട്ടുണ്ട്. ഇനി അത് കൈകൊണ്ട് കീറി കൂട്ടാനിലൊന്ന് ഇട്ടെടുക്കാം. നാളികേരക്കൊത്തും വേപ്പിലയും വെറുതെ ഒന്ന് വഴറ്റിയിടുന്നുണ്ട്. ലൈക്ക് ചെയ്യണം കേട്ടോ.